എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പൂർവ്വ വിദ്യാർത്ഥി പിടിയിൽ. പൂർവ്വ വിദ്യാർത്ഥി ആഷിഖാണ് പിടിയിലായത്. കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ആഷിഖിലേക്ക് അന്വേഷണമെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെയിൽ നഴ്സിന് രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ മർദ്ദനമേറ്റത് നഴ്സിംഗ് ഓഫീസർ ജഗിൽ ചന്ദ്രന്. മർദ്ദനം കൂടുതൽ പേർ നിൽക്കുന്നത് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞതിൽ പ്രതിഷേധവുമായി ഗവൺമെന്റ് നഴ്സ് യൂണിയൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 34ാം ദിവസത്തിൽ. സമരം കൂടുതൽ ശക്തമാക്കാൻ ആശമാർ. സമരത്തിന്റെ 2ാം ഘട്ടമായി തിങ്കളാഴ്ച വൈകിട്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. 34 ദിവസം കഴിഞ്ഞിട്ടും സമരക്കാർക്ക് അനുകൂല നിലപാട് സ്വീകരിക്കാതെ സർക്കാർ. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകൾക്ക് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിരുന്നു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ എ പത്മകുമാറിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പത്മകുമാർ പരസ്യമായി പറഞ്ഞത് തെറ്റാണ്. ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുതിർന്ന CPIM നേതാവും MP-യുമായ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനുള്ള ED നീക്കം പാർട്ടിയെ ദുർബലമാക്കാനുള്ള ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. EDയുടെ ഇടപെടൽ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. EDയുടേത് കള്ളപ്രചാരണമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. വിമർശിക്കുന്നവർക്ക് പ്രതിഷേധത്തെ നേരിടാനുള്ള സഹിഷ്ണുതയുണ്ടാകണമെന്ന് BJP നേതാവ് വി മുരളീധരൻ. തുഷാർ ഗാന്ധിക്ക് RSSനെ വിമർശിക്കാമെങ്കിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് സമാധാനപരമായി രേഖപ്പെടുത്താനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. തുഷാർ ഗാന്ധി കോൺഗ്രസ് ടിക്കറ്റിനായി ആഗ്രഹിക്കുന്നയാളാണ്. തുഷാർ ഗാന്ധിയെക്കുറിച്ച് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെന്നും തങ്ങളാരും തുഷാർ ഗാന്ധിയെ സ്റ്റേജിൽ കയറി ആക്രമിച്ചിട്ടില്ലെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. തിരുവന്നൂർ തട്ടിപ്പിൽ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാവാം കെ രാധാകൃഷ്ണൻ MP-യെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗാംബിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ ശ്രമം. ആരോഗ്യനില മോശമായതിനാൽ മയക്കുവെടി വെക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങുമെന്നാണ് പ്രതീക്ഷ. കോഴിക്കോട് ചെക്യാട് 13-കാരൻ ഇന്നോവ ഓടിച്ച സംഭവത്തിൽ പിതാവിനെതിരെ കേസെടുത്ത പോലീസ്. എടുത്തുവളയം പോലീസാണ് കേസെടുത്തത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറത്ത് ജോലി സമയത്ത് മദ്യപിച്ച് ലക്കുകെട്ട് വഴിയിൽ കിടന്ന വെട്ടത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിയാണ് മദ്യപിച്ച അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. തൃശൂർ കുന്നംകുളം വലിയങ്ങാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശി പ്രഹ്ലാദിനാണ് മർദ്ദനമേറ്റത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിനിടെ ബിയർ കുപ്പി കൊണ്ട് അടിയേറ്റാണ് പ്രഹ്ലാദിന് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ ഒപ്പം താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശികളായ രാജു കസാൻ, രാവണൻ എന്നിവർ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം ചങ്ങരംകുളത്ത് 1.25 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിൽ. വിദ്യാർത്ഥികളാണ് ഇവരുടെ പ്രധാന ഇരകളെന്നും വിൽപ്പന സംഘത്തിൽ വിദ്യാർത്ഥികളുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ പിതാവിനെ മർദ്ദിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി വിവേകിന്റെ കൂട്ടാളികളുടെ വീട്ടിൽ നിന്ന് പോലീസ് തിരച്ചിൽ. പരിശോധനയിൽ താന്യം സ്വദേശി രജിത്തിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. MDMA-യുമായി മൂന്നാക്കൽപ്പള്ളി റോഡ് സ്വദേശി സുഹൈൽ പിടിയിൽ. 7 ഗ്രാം MDMA-യുമായി വളാഞ്ചേരി പോലീസാണ് ഇയാളെ പിടികൂടിയത്.
മലപ്പുറം മഞ്ചേരിയിൽ 9 ഗ്രാം മെത്താഫെറ്റനുമായി ഒരാൾ പിടിയിൽ. ഏറനാട് സ്വദേശി ഷംസുദ്ദീനാണ് എക്സൈസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള പോലീസ് പഞ്ചാബിൽ നിന്നും പിടികൂടിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘങ്ങളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ടാൻസാനിയൻ പൗരന്മാരായ ഡേവിഡ് എൻഡമി, അറ്റ്ക ഹരുണ മയോങ്ക എന്നിവരെയാണ് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുക. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം നടത്താനാണ് കുന്നമംഗലം പോലീസിന്റെ തീരുമാനം. മലപ്പുറം വഴിക്കടവിൽ 600 ഗ്രാം കഞ്ചാവുമായി മൈസൂർ സ്വദേശി പിടിയിൽ. കെട്ടുങ്ങലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മുബാറക്കാണ് പിടിയിലായത്. മൈസൂരിൽ നിന്നും കൂടുതൽ അളവിൽ കഞ്ചാവ് ബസ് മാർഗം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച ശേഷം ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. ഇടുക്കി അടിമാലിയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി 19-കാരൻ പിടിയിൽ. ഇടുക്കി രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. കഴിഞ്ഞ കുറച്ചു നാളുകളായി യുവാവ് നാർക്കോട്ടിക് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായി. ഇടുക്കി ഉടുമ്പൻചോലയിൽ 2 ലിറ്റർ ചാരായവുമായി യുവാവ് പിടിയിൽ. കൂട്ടാർ സ്വദേശി അമൽരാജാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാളെ മറ്റൊരു കഞ്ചാവ് കേസിൽ പ്രതിയാണ്. ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ചാരായ കേസിൽ അറസ്റ്റിലാകുന്നത്. പ്രതി തമിഴ്നാട് നാട്ടിലധികം കഞ്ചാവ് കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ കുറി നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരക്കടവ് സ്വദേശി ദിൽഷാദ്, ചമ്രവട്ടം സ്വദേശി ഷിബിലി റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. മത്സ്യബന്ധന മേഖലയിലും ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപമായി പണം സ്വീകരിച്ച് ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു ഇവർ. ബിസിനസ് നടത്തി നഷ്ടം വന്നതോടെ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച് 42-കാരനായ മനോജിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മുഖത്തും തലയിലും പരിക്കേറ്റ മനോജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്റെ ഭാര്യയുടെ ബന്ധുവായ ഡിക്സനാണ് ആക്രമിച്ചതെന്ന് മനോജ് പറഞ്ഞു. മോട്ടോർ ബൈക്കിൽ പോവുകയായിരുന്ന മനോജിനെ പിന്തുടർന്നെത്തിയാണ് ആക്രമിച്ചത്. ജോലി നൽകാത്തതിലും പണം നൽകാത്തതിലുമുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മനോജ് പറഞ്ഞു. കോഴിക്കോട് വടകരയിൽ മോഷ്ടിച്ച ബൈക്കുകളുമായി 5 വിദ്യാർത്ഥികൾ പിടിയിൽ. 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പിടിയിലായത്. കോഴിക്കോട് സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത് മുങ്ങിയ യുവതികൾ പിടിയിൽ. മുംബൈ സ്വദേശികളായ ഫിർദ, സൽമാ ഖാദർ ഖാൻ എന്നിവരാണ് കാഞ്ഞങ്ങാട് വെച്ച് പിടിയിലായത്. ഉടമയുമായുള്ള പരിചയത്തിന്റെ പുറത്താണ് 200 ഗ്രാം സ്വർണം വാങ്ങാനെന്ന വ്യാജേന യുവതികൾ എത്തിയത്. ഉടമ കടയുടെ പുറത്തുപോയ തക്കം നോക്കി യുവതികൾ സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു. എറണാകുളം നോർത്ത് പറവൂരിൽ കവർച്ചാ കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. വടക്കേക്കര സ്വദേശി സോബിൻ കുമാറിനെ അടച്ച കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിലടച്ചത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ NSK ഉമേഷാണ് ഉത്തരവിട്ടത്. കണ്ണൂർ തളിപ്പറമ്പിൽ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ. പുളിമ്പറമ്പിലെ സ്നേഹ മെർലിനാണ് പിടിയിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്നേഹ മെർലിൻ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. പീഡനത്തിനിരയായ കുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോൺ അധ്യാപകർ പരിശോധിക്കുകയും തുടർന്ന് കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തപ്പോഴാണ് പീഡന വിവരം പറയുന്നത്. എയർ ചീഫ് മാർഷൽ MP സിംഗ് തിരുവനന്തപുരം സതേൺ എയർ കമാൻഡ് ആസ്ഥാനം സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന സതേൺ എയർ കമാൻഡർമാരുടെ സമ്മേളനത്തിലെത്തിയതായിരുന്നു അദ്ദേഹം. എയർ കമാൻഡ് ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. BJP സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരായ ചെന്നൈ സമ്മേളനത്തിന് കേരളത്തെയും തമിഴ്നാട് സർക്കാർ ക്ഷണിച്ചു. തലസ്ഥാനത്തെത്തിയ തമിഴ്നാട് IT മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ അടക്കമുള്ള സംഘം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകിയ ക്ഷണക്കത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംസ്ഥാനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്നും പിണറായി വിജയൻ ഉറപ്പു നൽകി. സ്വർണം കടത്തിയ കേസിൽ കന്നഡ നടി രമ്യ റാവുവിന്റെ ജാമ്യമില്ല. രമ്യയുടെ ജാമ്യാപേക്ഷ ബംഗളൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതി തള്ളി. DRI എടുത്ത കേസിലെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന DRI വാദം കണക്കിലെടുത്താണ് ജാമ്യാപേക്ഷ തള്ളിയത്. രമ്യയുടെ കൂട്ടുപ്രതി തരുൺ രജുവിനെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു.
യുവതിയെ അടിമയാക്കി ജോലി ചെയ്യിച്ചതിന് ഉഗാണ്ടൻ വംശജയായ UN ജഡ്ജി ലിഡിയ മുഗാംബെ കുറ്റക്കാരിയെന്ന് UK കോടതി. തന്റെ പദവി ദുരുപയോഗം ചെയ്ത് അനധികൃതമായി രാജ്യത്തേക്ക് യുവതിയെ കടത്തിക്കൊണ്ടുവരികയും ശമ്പളം നൽകാതെ അടിമയാക്കി വെക്കുകയും കുട്ടികളെ പരിപാലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതാണ് പരാതി. ഓക്സ്ഫോർഡ് ക്രൗൺ കോടതിയാണ് ലിഡിയ കുറ്റക്കാരിയെന്ന് വിധിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും മടങ്ങി വരവ് ഉടൻ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചത്. പേടകത്തിൽ 4 ബഹിരാകാശ സഞ്ചാരികൾ. കർസ്ക് മേഖലയിലെ യുക്രൈൻ സൈനികരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന ഉക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിച്ചതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്റർനെറ്റ് സേവനദാതാക്കളായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് കേന്ദ്രം ഉടൻ അനുമതി നൽകും. നിലവിൽ എയർടെൽ, റിലയൻസ് ജിയോ എന്നീ കമ്പനികളുമായി സ്റ്റാർലിങ്ക് നടത്തിയ കരാറുകളുടെ അടിസ്ഥാനത്തിലാകും അനുമതി നൽകുക. നടപടി അവസാന ഘട്ടത്തിലാണെന്ന് സർക്കാർ. അതിവേഗ വാർത്തകൾ തുടരുന്നു. സിറിയയിൽ ഇസ്ലാമിക നിയമം ആധാരമാക്കിക്കൊണ്ടുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗക്കാരനായ ഇടക്കാല പ്രസിഡന്റ് അൽ ഷരാര 2 ആഴ്ച മുൻപാണ് ഭരണഘടനാ പ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കൽ സമിതി നിയമിച്ചത്. ദോഹയിൽ വെടിനിർത്തൽ ചർച്ച തുടരവേ സമ്പൂർണ്ണ ഉപരോധത്തിലായ ഗാസയിൽ പട്ടിണി ദുരിതം. ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം ഇസ്രായേൽ തടഞ്ഞിട്ടു. 12 ദിവസം പിന്നിട്ടു. 60 ദിവസത്തെ വെടിനിർത്തലിനും ജീവനോടെ ശേഷിക്കുന്ന 10 ബന്ദികളുടെ മോചനത്തിനുമുള്ള US പദ്ധതിയാണ് ദോഹയിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് പരിഗണിച്ചു സർവീസ് വർദ്ധിപ്പിച്ച് ഖത്തർ എയർവേസ്. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഷാർജ ഉൾപ്പെടെയുള്ള 11 നഗരങ്ങളിലേക്കാണ് കൂടുതൽ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് പെരുന്നാളും സ്കൂൾ അവധിക്കാലവും ഒന്നിച്ചെത്തിയതോടെ. വിമാനയാത്രികർക്ക് കയ്യിൽ കരുതാവുന്ന ഹാൻഡ് ബാഗിന്റെ ഭാരപരിധി ഉയർത്തി എയർ അറേബ്യ. ഇനി മുതൽ 10 കിലോ ഭാരം വരെ യാത്രക്കാർക്ക് കയ്യിൽ കരുതാനാകും. മുൻപ് എയർ അറേബ്യയിലെ യാത്രക്കാർക്ക് കയ്യിൽ കരുതാവുന്ന ഭാരം 7 കിലോ വരെയായിരുന്നു. ഈ ഭാര അളവിനാണ് വന്നിരിക്കുന്നത്. കുട്ടികളുമായി വരുന്ന യാത്രക്കാർക്ക് 3 കിലോ ഭാരം വരെ അധികം കൈവയ്ക്കാമെന്നും എയർ അറേബ്യ അറിയിച്ചു. സൗദി അറേബ്യയിലേക്കുള്ള വിസിറ്റ് വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തി സൗദി വിദേശകാര്യ മന്ത്രാലയം. വിസ അനുവദിക്കുന്ന സൈറ്റിൽ നിന്ന് സിംഗിൾ, മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷനുകളാണ് പിൻവലിച്ചത്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏത് തരം വിസയാണ് അനുവദിക്കേണ്ടതെന്ന് അതാത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്ററിനോ തീരുമാനിക്കും. ഇന്ത്യൻ ആർമിയിലേക്ക് അഗ്നിവീർ തിരഞ്ഞെടുപ്പിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ, അഗ്നിവീർ ട്രേഡ്മാൻ എന്നീ വിഭാഗങ്ങൾക്കായാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 10 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലെ പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. തൃശൂർ മണലൂർ സഹകരണ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 5 നില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഭരണസമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മിതമായ നിരക്കിൽ സാധാരണക്കാരന് ആധുനിക രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഓരോ നിലയും 4532 ചതുരശ്ര അടിയോട് കൂടിയാണ് നിർമ്മിക്കുക. ഇതിനാവശ്യമായ ഫണ്ട് സമാഹരണം മാർച്ച് 18 രാവിലെ 10 ഫാദർ ഡേവിസ് ചിറമ്പൽ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ഒരു കൈത്താഗ് എന്ന പേരിലാണ് ധനശേഖരണം നടത്തുക. പതിറ്റാണ്ടുകളായി അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന തൃശൂർ കാവിൽക്കടവ് ലാൻഡിംഗ് പ്ലേസിലെ 12 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി. അഡ്വക്കേറ്റ് PR സുനിൽകുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭൂരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. മാർച്ച് 16 വൈകിട്ട് 5 മണിക്ക് മന്ത്രി MP രാജേഷ് ഫ്ളാറ്റ് സമുച്ചയം ഗുണഭോക്താക്കൾക്ക് കൈമാറി. തൃശൂർ BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാടി സെന്ററിൽ ദീപജ്വാല സംഘടിപ്പിച്ചു.
രാസലഹരിക്കെതിരെ സമൂഹം ശക്തമായ ശബ്ദമുയർത്തി പ്രതികരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരിപാടി നടന്നത്. മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ദീപജ്വാല ഉദ്ഘാടനം ചെയ്തു. സംയുക്ത മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷൻ കുഞ്ഞൻ മത്സ്യവേട്ട നടത്തിയ ബോട്ട് പിടിച്ചെടുത്ത പിഴ ചുമത്തി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണങ്ങളുടെ നിയമപ്രകാരം നിരോധിച്ച വല ഉപയോഗിച്ച് ചെറു മത്സ്യങ്ങളെ പിടിച്ചതിനാണ് പിഴ ചുമത്തിയത്. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥ സംഘമാണ് പിടികൂടിയത്. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം മുനമ്പം സ്വദേശി സെൽവരാജിന്റെ കരിഷ്മ 2 എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. തൃശൂർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ കപ്പലണ്ടി കൃഷിയിൽ 100 മേനി വിളവ്. കൊച്ചാലി പെരുന്തോടിന്റെ സമീപം തരിശുഭൂമിയിൽ നടത്തിയ കപ്പലണ്ടി കൃഷിയിൽ നിന്നാണ് 100 മേനി വിളവ് ലഭിച്ചത്. കപ്പലണ്ടി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം MLA ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു. തൃശൂർ എറവ് കൊടയാട്ടി പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷയായി. തൃശൂർ വെളുത്തൂർ വിളക്കുമാട പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. 318 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് പട്ടാഞ്ചേരി റെസ്ലിംഗ് വിജയിയെ ആദരിച്ചു. 6ാമത് സംസ്ഥാന അണ്ടർ-23 റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ 50 കിലോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ പട്ടാഞ്ചേരി സ്വദേശി S അഭിരാമിയാണ് ആദരിച്ചത്. 5ാം വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ആദരവ് പഞ്ചായത്ത് അധ്യക്ഷൻ PS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടഞ്ചേരിയിൽ ജൂനിയർ അണ്ടർ 60 കിലോ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട അഭിരാം രാജേന്ദ്രനെ 12ാം വാർഡിന്റെ കൂട്ടായ്മ ആദരിച്ചു. ആദരവ് പട്ടാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ PS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് വാഹനത്തിൽ ഡീസൽ ചോർച്ച. കൊല്ലം ശക്തികുളങ്ങര പാലത്തിൽ സമീപത്ത് എത്തിയപ്പോഴാണ് KSRTC ബസ്സിൽ നിന്നും ഡീസൽ ചോർച്ചയുണ്ടായത്. പോലീസിന്റെയും ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂവിന്റെയും നേതൃത്വത്തിൽ ഡീസൽ റോഡിൽ നിന്നും കഴുകിക്കളഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. KSRTC ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ളതും ശാസ്ത്രീയവുമായ ഡ്രൈവിംഗ് പരിശീലനം ലഭ്യമാക്കുകയാണ് പരിശീലന കേന്ദ്രത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. SSC ST വിഭാഗത്തിൽ പരിശീലനത്തിൽ 20% ഫീസ് ചെലവുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മുക്തും സ്മാരക വിദേശ ഭാഷാ പഠന വിവർത്തന കേന്ദ്രം യാഥാർത്ഥ്യമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് പഠന കേന്ദ്രം നിർമ്മിച്ചത്. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു നിർവഹിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ വയോധികരായ 2 പേരുടെ അതിസങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി പൂർത്തീകരിച്ചു. എത്രയും വേഗം ബൈപ്പാസ് സർജറി വേണ്ടിവരുന്ന ബ്ലോക്കുകളായിരുന്നു 2 പേർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് സർജറി ഇവർ നിരസിക്കുകയായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെപ്പറ്റി രോഗികളുടെ ബന്ധുക്കളെ പറഞ്ഞു മനസ്സിലാക്കി ഇവരെ ആൻജിയോപ്ലാസ്റ്റി വിധേയരാക്കി. എറണാകുളത്ത് വിവിധ ഇടങ്ങളിലായി നടന്ന ആതിര ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതിഷേധം കനക്കുന്നു. വൈപ്പിൻ മുനമ്പത്ത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നിക്ഷേപം തിരികെ നൽകണമെന്ന ആവശ്യവുമായി പ്രതിഷേധ റാലിയും പ്രകടനവും നടത്തി. തൃശൂർ കയ്പമംഗലത്ത് AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക എന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. എറിയാട് ചന്തയിൽ നിന്നും ആരംഭിച്ചു കാര സെന്ററിൽ സമാപിച്ച പ്രകടനവും പൊതുയോഗവും CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെങ്കിടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി ജെൻഡർ ഇക്വാലിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്ത്രീ പുരുഷ സമത്വം ലക്ഷ്യമാക്കി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന അനന്യ സമേതം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകളും സ്കിറ്റുകളും നടന്നു. ഏഴാമക്കൽ സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കേ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. 2 ഒഴിവുകളിലേക്കാണ് കരാറടിസ്ഥാനത്തിൽ നിയമനം.
+2 VHSC പാസ്സായവർക്ക് അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ മാർച്ച് 28 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകും. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രം മരണം മാസ് വിഷുവിന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. നടൻ സിജു സണ്ണി കഥ രചിച്ച ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചിരിക്കുന്നത് സിജു സണ്ണിയും സംവിധായകൻ ശിവപ്രസാദും ചേർന്നാണ്. സമ്പൂർണ്ണ കോമഡി എന്റർടൈനറാണ് ചിത്രം. സജീദെ ആദ്യമായി സംവിധാനം ചെയ്ത വടക്കൻ സിനിമയിലെ രംഗ്ലി ഗാനത്തിന് വീഡിയോ പുറത്തിറങ്ങി. പൂർണ്ണമായും ഫിൻലാൻഡിൽ മഞ്ഞു പെയ്യുന്ന സമയത്ത് ചിത്രീകരിച്ച ചിത്രമാണ് രംഗ് ലെഖ. ലോക പ്രശസ്ത ഗായികയും ബോളിവുഡിൽ ഒരേ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളവയ സെബ് ബംഗാഷാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. കൃഷ്ണജിത്ത് എസ് വിജയന്റെ സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടാം മുഖം അടുത്ത മാസം റിലീസിനെത്തുമെന്ന് അണിയറ പ്രവർത്തകർ. മണികണ്ഠൻ ആചാരി വ്യത്യസ്തമായൊരു ലുക്കിലാണ് എത്തുന്നത്. മറീന മൈക്കിളും അഞ്ജലി നായരുമാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. യു കമ്പനിയുടെയും കണ്ട ഫിലിംസിന്റെയും ബാനറിൽ KT രാജീവും K ശ്രീവർമ്മയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ചിത്രം ബാറ്റ്മാൻ ദി ഡാർക്ക് നൈറ്റ് ഐമാക്സിൽ റിലീസ് ചെയ്തു. DC യൂണിവേഴ്സിന് കീഴിൽ ബാറ്റ്മാന്റെ കഥ പറഞ്ഞ ചിത്രം ക്രിസ്റ്റഫർ നോളൻ ഒരുക്കിയ ബാറ്റ്മാൻ ബിഗിൻസിന്റെ രണ്ടാം ഭാഗമാണ്. ചിത്രം മെയ് 23 ഐമാക്സ് സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗ്രാമീണ നന്മയുടെ കുടുംബകഥ പറയുന്ന ചിത്രം തിരുത്ത് മാർച്ച് 21 തിയേറ്ററുകളിലെത്തുന്നു. ജോഷി വള്ളിത്തല സംവിധാനം ചെയ്ത ചിത്രം MK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരേഖ അരുലാണ് നിർമ്മിക്കുന്നത്. നിഷ്കളങ്കവും ശാന്തവുമായ എന്നാൽ വന്യമൃഗശല്യമുള്ള ഗ്രാമത്തിലേക്ക് താമസം മാറി വരുന്ന കുടുംബം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി, പിന്നീട് ഗ്രാമത്തിന്റെ ആകെ വിപത്തായി മാറുന്നതും നാടാകെ അതിനെതിരെ പൊരുതുന്നതുമാണ് കഥാസാരം. ജയദേവ് സംവിധാനം ചെയ്യുന്ന ഭാവനയുടെ തമിഴ് ചിത്രം ദി ഡോറിന്റെ ടീസർ പുറത്തിറങ്ങി. ജൂൺ ഡ്രീംസ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ നവീൻ രാജാണ് ചിത്രം നിർമ്മിക്കുന്നത്. തമിഴിൽ റിലീസിനൊരുങ്ങുന്ന ചിത്രം ആദ്യഘട്ടത്തിന് ശേഷം മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലും റിലീസിനെത്തുമെന്നാണ് സംവിധായകൻ അറിയിച്ചു. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിംഗ് സ്റ്റീഫൻ നിർമ്മിച്ച് ദിലീപ് നായകനാകുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ച ഹാർട്ട് ബീറ്റ് കൂടിന് എന്ന ഗാനം പുറത്തിറങ്ങി. 10 വർഷത്തിനു ശേഷം ഒരു ദിലീപ് ചിത്രത്തിൽ അഫ്സൽ പാടുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകിയത് സനൽ ദേവാണ്. വിനായക് ശശികുമാറിന്റെയും മനു മഞ്ജിത്തിൻ്റെതുമാണ് വരികൾ. ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേന നിർമ്മിച്ച് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. വിവിധ ഷെഡ്യൂളുകളിലായി 120ഓളം ദിവസം നീണ്ടുനിന്ന ചിത്രീകരണത്തോടെയാണ് ചിത്രീകരണം പൂർത്തിയായത്. പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ പ്രിയംവദ കൃഷ്ണനാണ് നായിക. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. എലിമിനേറ്ററിൽ ഗുജറാത്ത് ജയൻസിനെ തകർത്തായിരുന്നു മുംബൈയുടെ മുന്നേറ്റം. 1ാം സ്ഥാനക്കാരായ ഡൽഹി നേരിട്ട് ഫൈനലിൽ കടന്നു. മത്സരം രാത്രി 8 മുംബൈ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നായകനാക്കി ഓൾറൗണ്ട് അക്സർ പട്ടേലിനെ നിയമിച്ചു. നേരത്തെ ക്യാപ്റ്റനാവാൻ താൽപ്പര്യമില്ലെന്ന് ടീമിലെ സീനിയർ താരമായ KL രാഹുലിനെ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് അക്സർ പട്ടേലിനെ തിരഞ്ഞെടുത്തത്. 31കാരനായ അക്സർ 7 സീസണുകളിലായി ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്രധാന അംഗം. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു.